Please welcome back. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നാണ് എൻ്റെ റൂമിൽ പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് പോകാനായിട്ടാണ്. സമയം 4:30 പോകുന്നുണ്ട്. ഇപ്പോൾ 4:28 സമയം. അപ്പോൾ ഇനി കുളിക്കാനൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി കുളിക്കാൻ പോകാം. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കാം. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വന്നു. ഈ ഒരു പാൻറ്റും മിക്ക വീഡിയോസ് കണ്ടാവും. ഇതാണ് ഈ ഒരു പാൻറ്റും പിന്നെ ഡ്രസ്സ്. ഇതുമാണ് എന്താ ഈ ഡ്രസ്സും ഈ പാൻറ്റും ആണ് ഇന്നിടുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡ്രസ്സ്. ഓക്കെ, അപ്പം ഇനി കുളിച്ചിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ നെക്സ്റ്റ് പരിപാടി നിസ്കാരമാണ്. നിസ്കരിക്കാം. ക്യാമറ ഞാൻ എന്താണ് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ അവിടെയാണ് നിസ്കരിക്കാറുള്ളത്. ഇവിടെ അതിന് മുമ്പേ ഫാൻ ഇടും. ഫാനാണിത്. അപ്പോൾ ഇവിടെ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നിസ്കരിക്കുക. അതിന് മുമ്പ് മുടിയിൽ നല്ലവണ്ണം ടൈറ്റാക്കി തന്നെ കെട്ടി വെക്കാൻ പരമാവധി ശ്രമിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ടേക്ക് നമ്മൾ കാണണം. ഇത് ഞാൻ ഒരു ഓൺലൈൻ വഴിയാണ് അടുപ്പിച്ചത്. നിങ്ങൾക്ക് പറയണം. നല്ല ക്വാളിറ്റി ഉണ്ടാവുന്നത്. നല്ല നല്ലൊരു ഇതാണ്. എല്ലാവരും വാങ്ങണം. അപ്പോൾ ഇനി നമുക്ക് നിസ്കരിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നിസ്കാരം കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് മടക്കി വെക്കണം. ഇനി ഫാൻ ഉണ്ടാക്കാം. ഇനി മൂടി ഇറക്കി ജസ്റ്റ് പിരിച്ചിടും. ഇനി ഇവിടെ വെക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ആണ്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്?
മുടീനെ ഒന്ന് ചുരുട്ടി കെട്ടി വെക്കുന്നത് ഇത് ഇങ്ങനെയാണ് മൂന്ന് കുറച്ച് ടാനൊക്കെ എടുത്തിട്ടാണുള്ളത്. അപ്പം പിന്നെ സൈഡ് ഒറ്റയാക്കി എടുക്കണം. ഇനി ഇതാ ലിപ് ബാമാണ്. സ്കിൻ കെയർ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഗൈസ് തന്നെ ഫാൻ ഇത് ഇവിടെ ചെയ്തിട്ട് കുറച്ച് എന്താണ് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഉണക്കുകയാണ്. ഉണങ്ങിയില്ലെങ്കിൽ അത് തലയിൽ കുറച്ചും കൂടി ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഉണക്കുന്നത്. അപ്പോൾ ഉണക്കിയിട്ട് കാണാം. ഗൈസ് ഞാൻ യൂസ് ആക്കാനുള്ള പ്ലക്കർ ഇതാണ്. 3 പ്ലക്കറാണ്. അതിൻ്റെ ഇപ്പോഴത്തെ കാണിക്കാതെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് കൊണ്ടാണ്. ഓക്കെ ഗൈസ് മുടി ഉണങ്ങിയിട്ടില്ല. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുകയാണ്. നല്ലവണ്ണം വെള്ളമുണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ തോന്നുക ഉണക്കേണ്ടി വരും. ഇത് നല്ലവണ്ണം വെള്ളമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണക്കട്ടെ. അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം ഉണങ്ങിയിട്ട് ഉണക്കാൻ വേണ്ടിയിരുന്നു. ഇനി തേൻ പുറത്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചുറ്റും കെട്ടിക്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. തിക്കെടുത്ത കെട്ടിന് പ്രശ്നം ഉണ്ടാവില്ല. ഈ പ്ലക്കർ ഞാൻ ഇവിടെ ഇറക്കും. കുറച്ച് എസ്തറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാം. അവിടെ ഇറക്കും. എന്താ ഇനി പുറത്ത് പോകാം. പുറത്ത് കാണാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള വലിയ നമ്മൾ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഷൂ